വെല്ലുവിളികളെ തരണം ചെയ്ത് ജീവിത വിജയം നേടുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളെയാണ് ന്യൂസ് മോർണിംഗ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരീരത്തിൽ ഘടിപ്പിച്ച ഇൻസുലിൻ പമ്പുമായി നൃത്തം ചെയ്ത് വിജയഗാഥ തുടരുകയാണ് വിദ്യാർത്ഥിനിയായ സുനു സാബു. ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് പത്തനംതിട്ട പന്തളം സ്വദേശിനിയായ സുനു കലാജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ആറാം വയസ്സിൽ കൂടെ കൂടിയ ടൈപ്പ് 1 പ്രമേഹത്തോട് പോരാടിയാണ് സുനു നൃത്തം പഠിച്ചത്. വയറിൽ ഘടിപ്പിച്ച ഇൻസുലിൻ പമ്പുമായി കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ സുനു കഥകളി അരങ്ങേറ്റം കുറിച്ചു. ഒന്നാം വർഷം ബിരുദ വിദ്യാർത്ഥിയായ സുനുവിന് തന്റെ കലാജീവിതം കഥകളിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല. ഫ്ലൂട്ട് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഫ്ലൂട്ട് പഠിക്കണം, പിന്നെ പുള്ളുവൻ പാടാനറിയില്ല, എന്നാലും പഠിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ചെണ്ടയ്ക്ക് ഇന്നലെ പുത്തൻകാവിൽ അമ്പലത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ചെണ്ടയ്ക്കും പോകണം എന്നാണ്. കഥകളിയുടെ കെട്ടുന്നത് ചുറ്റിയൊക്കെയാണ് കെട്ടുന്നത്. ഇപ്പോഴാണ് അറിയുന്നത്, ഇന്നലെ ആയിരുന്നു അതിന് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് അറിയുന്നത്. ചുറ്റിയൊക്കെ കെട്ടുമ്പം ഇൻസുലിൻ പമ്പ് എവിടെ വെക്കണമെന്നറിയത്തില്ലായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പൊക്കി വെക്കോ. പക്ഷെ നമുക്കത് അങ്ങനെ പറ്റില്ലായിരുന്നു. മരുന്നിനടക്കം മാസം വലിയ തുക വേണ്ടിവരുന്നുവെന്ന് അമ്മ അനു പറയുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും സുനുവിന്റെ മോഹങ്ങൾക്കും കലാജീവിതത്തിനും മുടക്കം വരുത്തരുത് എന്നാണ് അമ്മയുടെ ആഗ്രഹം. സുനുവിനെയും കുടുംബത്തെയും മാധ്യമം പത്രം അക്ഷരവീട് നൽകി ആദരിച്ചിരുന്നു. കായിക രംഗത്ത് മികവ് തെളിയിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് അക്ഷരവീട്. നിതിൻ തോമസ്, മീഡിയ 1, പത്തനംതിട്ട.